എന്തായാലും ആതിരയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ആതിര, ഇത്തവണ വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ 26 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ തൃശ്ശൂർ കപ്പടിച്ചു. അതിൻ്റെ ഒരു ആവേശം ഇത്തവണ ഈ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഉണ്ട്. ഇത്തവണ കപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ള ആവേശത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ എത്രത്തോളം ആവേശത്തിലാണ്, എല്ലാവരും എത്തിത്തുടങ്ങിയോ? മൊത്തത്തിൽ തൃശ്ശൂർ എങ്ങനെയാണ് ഈ കലോത്സവത്തെ വരവേറ്റിരിക്കുന്നത്? ശ്രീജ, തൃശ്ശൂർ ഏതായാലും കലോത്സവത്തെ അങ്ങനെ വരവേറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് 10 മണിക്കാണ് ഉദ്ഘാടനം. അതിന് ശേഷമായിരിക്കും ഈ കലോത്സവത്തിന്റെ ആ വൈബിലേക്കൊക്കെ തന്നെ തൃശ്ശൂർ മാറുക. നിലവിൽ ഏതായാലും ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേയുള്ളൂ. 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണ കപ്പാണ് ഈ കിരീടമായിട്ട് വിജയികളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കിരീടത്തിൽ മുത്തമിടാൻ പോകുന്നത് ആരായിരിക്കും എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ ആ സസ്പെൻസ് ഇന്നു മുതൽ അങ്ങ് തുടരുകയാണ്. പക്ഷെ അത്രത്തോളം ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഏതായാലും ഉണ്ടാകാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷം തൃശ്ശൂരായിരുന്നു ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. പക്ഷെ ഒറ്റൊരു പോയിന്റിനാണ് പാലക്കാടിന് സ്വർണ്ണക്കപ്പ് എന്നുള്ള സ്വപ്നം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് ഈ കച്ച മുറുക്കി രംഗത്തുണ്ട്. ഒട്ടും പിന്നിലല്ല. കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരവും ഒക്കെ തന്നെ ഇവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് ആരായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അത്തരത്തിലൊന്നും പ്രവചിക്കാൻ തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ ഒരുപക്ഷെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരിക്കും ആരാണ് ആ വിജയി, ആരാണ് കലാകിരീടം സ്വന്തമാക്കുക എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ ഒരു വിവരങ്ങൾ ഏതായാലും ഉണ്ടാകുക. നിലവിൽ ഏതായാലും തൃശ്ശൂർ നഗരം അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉദ്ഘാടനം മാത്രം കഴിഞ്ഞാൽ മതി. ബാക്കി എല്ലാത്തിനും സജ്ജരായി കഴിഞ്ഞു. ഈ കുട്ടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 15,000-ഓളം വരുന്ന കുട്ടികളാണ് ഈ കലാപൂരത്തിന് പങ്കെടുക്കാനായി ഈ തൃശ്ശൂർ നഗരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ 12 മണിയോടുകൂടി തന്നെ ആദ്യ സംഘം എത്തി. അതിനുശേഷം ഈ രാത്രി വരെ സംഘങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും തന്നെ സജ്ജരായി കഴിഞ്ഞു, ഒരുങ്ങി റെഡിയായി എല്ലാവരും ഇങ്ങനെ ഈ പൂരനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വടക്കുംനാഥ സന്നിധിയും അതുപോലെ തന്നെ തേക്കിൻകാട് മൈതാനവും ഒക്കെ കലാപ്രേമികളെയും കലാകാരന്മാരെയും കലാകാര്യങ്ങളെയും കൊണ്ടും നിറയും എന്നുള്ള കാര്യമാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ഈ തേക്കിൻകാട് മൈതാനിയിൽ ഉൾപ്പെടെ ഈ ഒരുക്കിയിട്ടുള്ള പന്തൽ എന്ന് പറയുന്നത് ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്.